ഈ ചാടുന്ന കമ്പിച്ചുരുൾ ഉണ്ടാക്കുവാൻ വേണ്ടി 30 ഗേജിൻ്റെ ഇൻസുലേറ്റഡ് ചെമ്പുകമ്പി, 1.5 വോൾട്ട് ബാറ്ററി, ഫെറൈറ്റ് കാന്തം, ശക്തിയേറിയ നിയോഡൈമിയം കാന്തം എന്നിവ ആവശ്യമാണ്. ഒരു പെൻസിൽ സെല്ലിലേക്ക് ചെമ്പുകമ്പി ചുറ്റിപ്പിടിപ്പിക്കുക. ഏകദേശം 20 ചുറ്റികൾ ആവശ്യമാണ്. കമ്പിച്ചുരുൾ പെൻസിലിൽ നിന്ന് എടുത്തു മാറ്റി ഒരു പ്രതലത്തിൽ വയ്ക്കുമ്പോൾ അതൊരു സ്പ്രിങ് പോലെ കാണപ്പെടുന്നു. കമ്പിച്ചുരുളിൻ്റെ രണ്ടറ്റത്തും കെട്ടുകൾ ഇട്ടതിനു ശേഷം രണ്ടറ്റത്തു നിന്നും ഇൻസുലേഷൻ ചുരണ്ടി മാറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസുലേഷൻ ഇല്ലാത്ത ചെമ്പുകമ്പി കാണുവാൻ സാധിക്കും. പെൻസിൽ സെല്ലിൻ്റെ ഒരറ്റവും കമ്പിച്ചുരുളിൻ്റെ ഒരറ്റവും ബന്ധിപ്പിച്ചതിന് ശേഷം 3 ഫെറൈറ്റ് കാന്തങ്ങൾ അതിലേക്ക് ഘടിപ്പിക്കുക. ഈ കോയിൽ പെൻസിൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. കമ്പിച്ചുരുളിൻ്റെ മറ്റേ അറ്റം പെൻസിൽ സെല്ലിൽ സ്പർശിക്കുമ്പോൾ കമ്പിച്ചുരുൾ ചാടുന്നതായി കാണാം. കമ്പിച്ചുരുൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റായി മാറുകയും കാന്തത്തിൻ്റെ പ്രഭാവത്താൽ കമ്പിച്ചുരുൾ ചാടുകയും ചെയ്യുന്നു. കാന്തങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വികർഷണം കൂടുകയും ചുരുളുകൾ കൂടുതൽ ശക്തിയോടെ ചലിക്കുകയും ചെയ്യുന്നു. ഇനി ഈ കാന്തങ്ങളെ തിരിച്ചു ഘടിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കാന്തത്തിൻ്റെ ധ്രുവത്വം മാറിയതിനാൽ കമ്പിച്ചുരുൾ താഴേക്ക് വരുന്നു. അതിൻ്റെ ചലനം എതിർദിശയിലാകുന്നു. ഫെറൈറ്റ് കാന്തങ്ങൾക്ക് പകരം ഒരു നിയോഡൈമിയം കാന്തം ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക. കാന്തത്തിൻ്റെ ശക്തി മൂലം കമ്പിച്ചുരുൾ അതിശക്തമായി പെൻസിൽ സെല്ലിന് പുറത്തേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന പ്രതിഭാസം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഏറ്റവും രസകരവും ലളിതവുമായ ഒരു പരീക്ഷണമാണ്.